നിങ്ങൾ എപ്പോഴും ഏത് സ്കിൻ കെയർ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഈ വീഡിയോ കാണൂ. Hi everyone, my name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീറംസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും ഓരോ സീറംസ് ഉണ്ട്. പക്ഷെ എങ്ങനെ എപ്പോൾ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സീറംസിൻ്റെ കാര്യമാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് serum is niacinamide serum. ഈ ഒരു സീറം എന്ന് പറയുന്നത് ഓൾ റൗണ്ടർ ആണ്, സൂപ്പർ ജെന്റിൽ ആണ് ആൻഡ് എല്ലാ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ബെനിഫിറ്റ്സ് ആണ്. ഈ ഒരു സീറം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെന്റേഷൻ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റും, നമുക്ക് എക്സസ് ഓയിലിന് നമുക്ക് മാറ്റാൻ പറ്റും, നമുക്ക് ആക്നയുടെ പ്രശ്നം നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും, നമ്മുടെ സ്കിൻ നല്ല പ്ലംപ് ആക്കും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ഈവൻ ടോൺ ആവും. അപ്പം ഈ ഒരു സീറം നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു സെക്കൻഡ് തോട്ട് ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു സീറം യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു പ്രശ്നവുമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ ടെക്സ്ചർ ഒന്ന് ബെറ്റർ ആക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു നിയാസിനമൈഡ് സീറം നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഈ ഒരു സീറം ഓൾറൗണ്ടർ ആണെന്ന്. സെക്കൻഡ് സീറം ഈസ് വൈറ്റമിൻ സി സീറം. ഈ ഒരു സീറം എല്ലാവരുടെയും എന്താ പറയുക, ലവ്ഡ് ബൈ ഓൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സീറമാണ്. നമ്മൾ പ്രിഫറബിളി ഈ ഒരു സീറം മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ ദാറ്റ് നമുക്ക് സൺ ഡാമേജിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കിൻ പിഗ്മെന്റേഷനിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൈറ്റമിൻ സി സീറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഒരു SPF യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ചെയ്യുക. ഒബ്വിയസ്ലി പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് ഈ വൈറ്റമിൻ സി സീറം യൂസ് ചെയ്യാം. ബട്ട് സെൻസിറ്റീവ് സ്കിന്നിന് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വൈറ്റമിൻ സി സീറം യൂസ് ചെയ്യും. Third serum is retinol serum. Retinol serum is better for aging, acne and pigmentation. But നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് വേണം റെറ്റിനോൾ സീറം യൂസ് ചെയ്യാനായിട്ട്. വേറെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്ക് റെറ്റിനോൾ സീറം യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ SPF നമ്മൾ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം. നെവർ സ്കിപ്പ് SPF ആഫ്റ്റർ യൂസിങ് റെറ്റിനോൾ സീറം. ആൻഡ് റെറ്റിനോൾ സീറം ഈസ് not for sensitive skin people, because ഇതിൽ കുറച്ച് എന്താ പറയുക, എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് റെറ്റിനോൾ സീറം സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. Fourth serum is a salicylic acid, one solution for all problems എന്ന് പറയില്ലേ, അതാണ് സാലിസിലിക് ആസിഡ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡ് ബേസിക്കലി നമ്മുടെ ക്ലോഗ്ഡ് പോഴ്സിനെ ഓപ്പൺ ആക്കുന്നു, നമ്മുടെ ഫേസിലുണ്ട ഗങ്ക് എല്ലാം പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഡീപ്പ് ക്ലെൻസ് ചെയ്യും. ആക്നെ, ഓയിലി സ്കിൻ, ഇതിനൊക്കെ നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ സ്കിന്നിലെ റെഡ്നെസ് അത് തീർച്ചയായിട്ടും മാറും. ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് എൻ്റെ ഫേസിൽ എന്താ പറയുക, നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. നമ്മുടെ ഫേസിൽ ഒട്ടും അഴുക്കില്ല എന്ന് എനിക്ക് തോന്നുമായിരുന്നു. കാരണം വിതിൻ എന്താ പറയുക, ക്ലോഗ്ഡ് പോർസിനെ വരെ അത് നല്ല ക്ലീൻ ആക്കുക എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് നല്ല അടിപൊളി സീറമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്, അതായത് AHA. ഇത് ഒരു കെമിക്കൽ എക്സ്ഫോലിയേറ്റർ ആണ്. അപ്പോൾ കെമിക്കൽ എക്സ്ഫോലിയേറ്റർ നമ്മൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. വീക്ക്ലി വൺസ് മാത്രമേ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്താ പറയുക, നല്ല ഗ്ലാസി സ്കിൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സ്കിൻ ആവും. നമ്മുടെ ചീക്സ് ഒക്കെ നല്ല റോസി ചീക്സ് ആവും. കാരണം കെമിക്കൽ എക്സ്ഫോലിയേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലെ എത്രയൊക്കെ അഴുക്കുണ്ട്, അതൊക്കെ എത്രയൊക്കെ ഡേർട്ട് ഗങ്ക് ഉണ്ട്, അതൊക്കെ പുറത്ത് കളയുക എന്നുള്ളതാണ്. ആൻഡ് ഇത് നമുക്ക് വേറെ ഒരു ഹാർഷ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും, അതായത് ഹാർഷ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിൻ നല്ല സിൽക്കി സ്മൂത്ത് ഗ്ലോയി ആക്കും. ആൻഡ് ഇത് റെറ്റിനോൾ ആൻഡ് അതർ ഹാർഷ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് സീറം ഈസ് ഹൈലറോണിക് ആസിഡ്. എന്താ പറയുക, ലൈഫ് സേവിയർ
സീറം എന്നൊക്കെ പറയില്ലേ, ഓൾ സ്കിൻ ടൈപ്പിന് ഇത് ചേരും. ബട്ട് സ്പെഷ്യലി ഡ്രൈ സ്കിന്നിനാണ് ഇത് കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് നമ്മുടെ എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ ഫേസിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കും, നല്ല പ്ലംപ് ആക്കും. നമ്മൾ രാത്രിയിൽ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കി ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു പ്ലംപ്നെസ്, ആ ഒരു ഹൈഡ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് നമ്മുടെ ഫേസിൽ കറക്റ്റായിട്ടും അറിയാൻ പറ്റും. അതുകൊണ്ട് ഹൈലറോണിക് ആസിഡാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ ലാസ്റ്റ് സീറം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സീറംസിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ. സീറംസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, മനസ്സിലായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.